ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു ബറാസ് വേൾഡ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്ന് തമ്പനയിൽ കണ്ട പോലെ തന്നെ ഇന്നൊരു കണ്ണൂർ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ഉമ്മയാണ് ഇന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഉമ്മ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മളൊക്കെ ഉണ്ടാക്കാറുണ്ട് ബിരിയാണി, നമ്മളാണ് പൊതുവേ ഇപ്പോൾ ഉണ്ടാക്കുന്നത് ബിരിയാണി. അപ്പോൾ അതിലൊരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ്. അപ്പോൾ ഉമ്മാൻ്റെ ആ ഒരു സ്റ്റൈലാണ് ഇന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മസാലയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ മസാല ഉണ്ടാക്കുന്നുണ്ട്. അതിലേക്ക് കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഉമ്മ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കാറുള്ളൂ. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് സൺഫ്ലവർ ഓയിലൊക്കെ വെച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉമ്മ കോക്കനട്ട് ഓയിലേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2.5 കിലോ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വലിയ 8 ഉള്ളി, വലിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ആദ്യം തന്നെ ചേർക്കുന്നത് നമ്മൾ ഉള്ളി നന്നായിട്ട് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് നമുക്ക് വഴണ്ടി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ടി വരണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിം ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകാണ്. അപ്പോൾ ഞാനിവിടെ പച്ചമുളക് എടുത്തിട്ടുള്ളത് ഒരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടവും കുറക്കും ചെയ്യാം. പിന്നെ ഒരു 2 വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏകദേശം ക്വാണ്ടിറ്റി ഈ കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് അരച്ചെടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിതേപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിൻ്റെ ആ ഒരു ക്രഷ് ചെയ്ത് വെച്ചിട്ട് ഇതിലിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ ഒരു പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന ആ ഒരു സ്മെല്ല് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ 5 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി വലുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, വലുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ തക്കാളി നന്നായിട്ടൊന്ന് കുക്കാവുന്ന വരക്കും നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലുള്ളൊരു കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും. ഇതേപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിരിയാണിയിൽ ഇങ്ങനെ തക്കാളി ഒന്ന് വേറിട്ടിട്ട് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നതിന് ശേഷം ഇതിലേക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2.5 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 2 കിലോ റൈസ് വെച്ചിട്ടാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. അതിനുശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാല പൗഡറാണ്. ഗരം മസാല നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ച പൗഡറാണ്. അപ്പോൾ 2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഇവിടെ ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. വേറെ നമ്മൾ മസാലയൊന്നും വേറെ ഒരു പൊടികളും ഇതിൽ ചേർക്കുന്നില്ല. ഈ ബിരിയാണി മസാലയിൽ വേറെ ഒരു പൊടികളും ചേർക്കുന്നില്ല. കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ നമ്മൾ ഈ ഒരു മസാലയിൽ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ചിക്കൻ വേവുന്നവർക്കും വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കനെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഇലകളും കൂടി ചേർത്ത് കൊടുക്കണം.
നമ്മൾ മല്ലിയിലയും കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, കുറച്ച് കറിവേപ്പില ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു കപ്പോളം മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അര കപ്പ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് പുതിനയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് തൈരാണ്. ഞാനിവിടെ 1 കപ്പ് തൈര് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മളിതൊന്ന് വേവുന്ന വരക്കും വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ മസാല റെഡി ആയിരിക്കും. ഇനി നമുക്ക് ചോറ് വെക്കേണ്ട ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ പണ്ടൊക്കെ വിറകടുപ്പിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഗ്യാസിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റേതായ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 3-4 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് കോക്കനട്ട് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബിരിയാണീൻ്റെ റൈസിനായാലും മസാലക്കും കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഏകദേശം ഒരു അര കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ആദ്യം തന്നെ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3 ഉള്ളി നല്ല തിന്നായിട്ട് 3 ഉള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെക്കും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളെ ഉള്ളി ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കളർ എത്തുമ്പോൾ തന്നെ നമ്മൾ കോരി മാറ്റണം, അല്ലെങ്കിൽ നന്ന ഡാർക്ക് ബ്രൗൺ കളറായിട്ട് ഒരു കരിഞ്ഞ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ ഞാൻ ഇത് കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും റൈസിൻസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് കൂടുതൽ എടുത്താൽ നല്ലതായിരിക്കും. ഇപ്പോൾ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ. കാരണം ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് ലോക്ക്ഡൗൺ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ വീട്ടിലുള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റൈസിൻസും കാഷ്യൂ നട്ട്സും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കോരി മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് സ്പൈസസും കൂടി വേണം. അപ്പോൾ ഞാനിവിടെ ഏലക്കായ, കറുകപ്പട്ട, ഗ്രാമ്പു, കുറച്ച് ബേ ലീവ്സും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ആദ്യം തന്നെ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ റൈസ് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു എണ്ണയിലേക്ക് തന്നെ റൈസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാദ്യം തന്നെ കഴുകി വെച്ചിട്ട് വാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. നമ്മൾ അടി പിടിക്കാതെ തന്നെ ഒന്ന് നന്നായിട്ട് ഇതേപോലെ തിരിച്ചിട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു റൈസ് ഫ്രൈ ആയെന്ന് മനസ്സിലാവുന്നത് ഈ ഒരു റൈസിൻ്റെ കളറ് മാറി ഒരു വൈറ്റ് കളറായിട്ട് വരും. അപ്പോൾ നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ റൈസ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മ ഒഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്കൊന്നുമില്ല ഉമ്മക്ക് വെള്ളം ഒഴിക്കുന്നത്. ഉമ്മ ഒരു നേക്കിൽ ഒഴിക്കുന്നതാണ്, ഉമ്മൻ്റെ ഒരു കൈക്കണക്കാണ്. അപ്പോൾ ഞാനിതിൽ പറഞ്ഞുതരാം. ഫ്രൈ ചെയ്തിട്ട് നിങ്ങൾ റൈസ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് നമ്മൾ സാധാരണ രീതിയിൽ ഒഴിക്കുന്നത്. അപ്പോൾ 1.25 കപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി. അതിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള. പിന്നെ കുറച്ച് ക്യാരറ്റ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. 1 കപ്പോളം ക്യാരറ്റ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പുളിനാരങ്ങയും കൂടി പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പുളിനാരങ്ങ ഒഴിച്ചു കൊടുക്കുന്നത് വെച്ചാൽ നമ്മുടെ ചോറിന്ന് വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുളിനാരങ്ങ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഉമ്മാൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതേപോലെ വറുത്ത് വെക്കുന്നത് തന്നെയാണ് ഉമ്മാൻ്റെ സ്പെഷ്യൽ. അപ്പോൾ നമ്മൾ റൈസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ മസാലയും കൂടി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ ഉമ്മ സാധാരണ നമ്മൾ ചോറ് വെച്ച ആ ഒരു പാത്രത്തിൽ തന്നെയാണ് ദം ചെയ്തിട്ട് വിറകടുപ്പിലാണ് വെക്കൽ. അപ്പോൾ നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ വെക്കുന്നതുകൊണ്ട് ഇതേപോലെ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് നമ്മൾ ദം ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതേപോലെ ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ ചൂടാക്കിയതിന് ശേഷമാണ് ദം ചെയ്യുന്നത്. ഇതിലേക്ക് ആദ്യം തന്നെ ഇതിൻ്റെ കുറച്ച് ഗ്രേവി അടിയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മേലെ കുറച്ച് റൈസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതേപോലെ റൈസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉമ്മ ഇതിലേക്ക് റോസ് വാട്ടറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. റോസ് വാട്ടർ അതിന് ഫുഡ് കളറൊക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഫുഡ് കളറ് നമ്മൾ ഹെൽത്തിന് മോശമാണെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഉമ്മ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് റോസ് വാട്ടറും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ കുറച്ച് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളിയും പിന്നെ നമ്മൾ കാഷ്യൂനട്ടും റൈസിൻസൊക്കെ ഫ്രൈ ചെയ്തിട്ടില്ല അതും കൂടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മസാല ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ മസാല ഒന്ന് മൊത്തത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മേലേക്ക് ഇനി നമ്മൾ റൈസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റൈസ് ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം കുറച്ച് ഗരം മസാലയും കൂടി ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കാഷ്യൂനട്ടും റൈസിൻസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയിലയും പുതിനയിലയും അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ദം ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഉമ്മ വിറകടുപ്പിൽ വെക്കുമ്പം ദം ചെയ്യുന്ന ആ ഒരു ടൈം നമ്മൾ സാധാരണ നമ്മൾ ടോപ്പിൽ വിറക് മറ്റേ കനലൊക്കെ വെച്ചിട്ടാണ് ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഗ്യാസ് സ്റ്റൗവിലായതുകൊണ്ട് ചെറിയ ഫ്ലെയിം ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മൾ ഇതേപോലെ ദം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണിൻ്റെ ഫൈനലിലേക്ക് ഇതാണ്. അപ്പോൾ ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചിലപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ തന്നെയായിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക. എന്നാലും ഞാൻ നിങ്ങൾക്ക് ഇത് പ്രസൻറ്റ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഉണ്ടാക്കാൻ അറിയാത്ത എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ ഉമ്മ ഉണ്ടാക്കുന്ന പറഞ്ഞ എല്ലാ ബിരിയാണിയും സൂപ്പറാണ്. എൻ്റെ ഫാമിലീസിന് എല്ലാവർക്കും ഉമ്മാൻ്റെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാരെങ്കിലും എൻ്റെ ഫാമിലീസിലുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.